ഇനി നമുക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ അല്ലെങ്കിൽ ഹൃദയാഘാതത്തിൻ്റെ ചികിത്സയെപ്പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കാം. ഹൃദയാഘാതം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നല്ലോ, രണ്ട് തരത്തിലുള്ള ഹാർട്ട് അറ്റാക്കുകളുണ്ട്. ഒന്ന് ചെറുതും ഒന്ന് വലുതും. ചെറുതിന് അൺസ്റ്റേബിൾ എൻജൈന അല്ലെങ്കിൽ ലഘു ഹൃദയാഘാതം എന്ന് നമുക്ക് പേര് വിളിക്കാം. ഇവിടെ ഹൃദയത്തിൻ്റെ രക്തക്കുഴലിലുള്ള അല്ലെങ്കിൽ കൊറോണറി ധമനിയിലെ ബ്ലോക്ക് ഇൻകംപ്ലീറ്റ് അല്ലെങ്കിൽ അപൂർണമാണ്. ഒരു പ്ലാക്ക് റപ്ചർ പൊട്ടി അവിടെ ചെറു രക്തക്കട്ട ഉണ്ടായി, പക്ഷേ കുറച്ച് വഴി കൂടെ രക്തത്തിന് താഴോട്ട് പോരാം. അപ്പോൾ അവിടെ ഹൃദയത്തിൻ്റെ മസിലിന് പൂർണ്ണമായ തടസ്സമില്ല, രക്തസപ്ലൈ പൂർണ്ണമായിട്ട് കിട്ടാതെ വരുന്നില്ല. കുറച്ച് കിട്ടുന്നുണ്ടെങ്കിലും പോരാ. ഹൃദയത്തിൻ്റെ മസിലിന് ആ സമയത്ത് രോഗിക്കൊരു വിഷമം അനുഭവപ്പെടാം. പക്ഷേ ECGയിൽ മേജർ ഹാർട്ട് അറ്റാക്കിൻ്റെ വിഷമങ്ങളില്ല. ഇത് തുടക്കമാണ്. ഇത് മേജർ ഹാർട്ട് അറ്റാക്കിൽ എത്തിച്ചേരാം. ഈ സമയത്ത് വേണ്ട ചികിത്സ ICU ചെല്ലുക അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ വലിയ അറ്റാക്ക് ആകാതെ രക്ഷപ്പെടാം. എന്നാൽ വലിയ അറ്റാക്ക് ആയാൽ അവിടെ പൂർണ്ണ തടസ്സമാണ് സംഭവിച്ചിരിക്കുന്നത്. പൂർണ്ണമായിട്ട് ഫ്ലോ ഈ രക്തക്കുഴലിൽ തടസ്സപ്പെട്ട് പോയിരിക്കുകയാണ്. അത് നേരത്തെ ചികിത്സിക്കുകയാണെങ്കിൽ അതിലുണ്ടാകുന്ന ഹാർട്ടിൻ്റെ മസിലിനുള്ള ഡാമേജ് കുറവായിരിക്കും. താമസിക്കും തോറും ഡാമേജ് കൂടി അവിടെ നേരത്തെ വലിഞ്ഞു പോവുകയും തീർത്ത് കേടായി പോവുകയും ചെയ്യും. അത് സംഭവിക്കുന്ന സാധാരണ ഒരു 4 തൊട്ട് 6 മണിക്കൂറിനുള്ളിലാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരു കണ്ടത്തിലേക്കുള്ള തോട്ടിൽ വെള്ളം വറ്റിപ്പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലോക്കായി അങ്ങോട്ടൊരു കണ്ടത്തിൽ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ ഏതാനും ദിവസം കഴിഞ്ഞിട്ട് കഴിയുമ്പം നെല്ല് വാടി തുടങ്ങും. പക്ഷേ വേഗം അങ്ങോട്ട് വെള്ളം തുറന്നു വിട്ട് പുനഃസ്ഥാപിച്ച് കഴിഞ്ഞാൽ ആ നെല്ല് രക്ഷപ്പെടും, അല്ലെങ്കിൽ കുറച്ച് മാത്രം പോയിട്ട് രക്ഷപ്പെടും. പക്ഷേ 4-5 ദിവസം വരണ്ട് കിടന്നിട്ടാണെങ്കിൽ എത്രയോ വെള്ളം എത്തിച്ചാലും കാര്യമില്ലല്ലോ. അപ്പോൾ ഹൃദ്രോഗ ചികിത്സയിൽ സമയത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്കിൻ്റെ തുടക്ക സമയത്തിന് വേണ്ട ചികിത്സ കിട്ടിയാൽ അത് വളരെയധികം പ്രയോജനപ്രദമാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ ഹാർട്ട് അറ്റാക്കിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടക്കുന്ന ആദ്യത്തെ ഏതാനും മിനിറ്റ് മണിക്കൂറുകൾക്കുള്ളിലാണ്. ഇത് പലപ്പോഴും രോഗിയെ വീട്ടിൽ നിന്ന് ആശുപത്രി എത്തുന്നതിനിടയിലുള്ള സമയമാണ്. അതുകൊണ്ട് ഇന്ന് ലോകമെമ്പാടും ഹാർട്ട് അറ്റാക്ക് മൂലമുള്ള മരണങ്ങളിൽ 50% രോഗി അറ്റാക്ക് തുടങ്ങിയിട്ട് ആശുപത്രി എത്തുന്നതിന് തൊട്ട് മുമ്പുള്ള സമയത്ത്, അതായത് ആ ട്രാൻസ്പോർട്ടേഷൻ സമയത്താണ്, ആദ്യത്തെ ഏതാനും മണിക്കൂറുകളിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് അറ്റാക്കിൻ്റെ ചികിത്സയിൽ ആദ്യത്തെ സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അറ്റാക്കാണെന്ന് തോന്നിയ രോഗലക്ഷണമായ നെഞ്ചുവേദന വേണമെന്നില്ല, അതിന് അഞ്ചേന എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഒരു വിഷമോ ഒരു ഭാരമോ ഒരു പൊട്ടിപ്പോകുന്ന പോലെയോ ഒരു കഴപ്പ് പോലെയോ അത് നെഞ്ചിന് നടുക്കായിരിക്കും, സൈഡിലായിരിക്കണമെന്നില്ല, നടുക്കായിരിക്കും. ആ വിഷമം തുടങ്ങി കയ്യേതോട് ചിലപ്പോൾ വ്യാപിച്ചെന്ന് വരാം, ഇടത്ത് കയ്യേതാകാം, വലത്ത് കയ്യേതാകാം, നെഞ്ചിൻ്റെ കൂടുതൽ നേരെ പുറത്ത് വരാം, താടിക്ക് വരാം, ഒക്കെ ഇതിൻ്റെ കൂടുതൽ വലിയൊരു വേർപ്പും കിടക്കാൻ വയ്യാത്ത രീതിയൊക്കെ കാണും. ഇതാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ രോഗലക്ഷണമായ അഞ്ചേന അല്ലെങ്കിൽ നെഞ്ചുവേദന. ഈ വിഷമം തുടങ്ങിക്കഴിഞ്ഞാൽ എത്രയും വേഗം ആശുപത്രിയിൽ എത്തുക. ഓടിയല്ല, റെസ്റ്റോട് കൂടി ഇരുന്ന് അല്ലെങ്കിൽ ഒരു വണ്ടിയിൽ കാറിലോ ഒക്കെ ആയിട്ട് വരണം. വെപ്രാളം പിടിക്കാതെ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് വേണ്ട ചികിത്സ നേരത്തെ കൊടുത്താൽ വളരെ പ്രയോജനമുണ്ട്. ഹാർട്ട് അറ്റാക്കുകൾ ഉണ്ടായി വരുന്നത് ഹൃദയത്തിൻ്റെ കൊറോണറി ധമനിയിലെ തടസ്സം കൊണ്ടാണെന്നും ആ തടസ്സത്തിന് 2 ഭാഗമുണ്ടെന്നും നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. പെട്ടെന്നുണ്ടാകുന്ന ഈ തടസ്സം എങ്ങനെ മാറ്റിയെടുത്താൽ ഈ നശിച്ചു പോകാൻ പോകുന്ന ഹൃദയഭിത്തിയെ നമുക്ക് രക്ഷിക്കാനാവുമെന്ന് നോക്കാം. ഇതിന് 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, പെട്ടെന്ന് ആദ്യമേ തന്നെ മരുന്ന് കൊണ്ടുള്ള ചികിത്സ. പല മരുന്നുകൾ സഹായിക്കാനൊക്കും. പ്രത്യേകിച്ച് നമുക്ക് ഞരമ്പിൽ കൊടുക്കുന്ന സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്ന രക്തക്കട്ടയെ അലിയിക്കാൻ കഴിവുള്ള ഒരു മരുന്ന് പ്രത്യേകിച്ച് വേഗം കൊടുത്തു കഴിഞ്ഞാൽ ഈ രക്തക്കട്ടയും അലിഞ്ഞു പോകും. അപ്പോഴും നശിച്ചു പോകാനായി ഒരു അപൂർണ്ണ തടസ്സമായിട്ട് മാറും. നശിച്ചു പോകേണ്ടി ഇരുന്ന ആ ഹൃദയത്തിൻ്റെ മസിൽസ് ഒത്തിരി പരിധി വരെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. രണ്ടാമതായിട്ട്, ഇത് മരുന്ന് കൊണ്ട് പറ്റുന്നതിനേക്കാളും ഒരുപക്ഷെ ഇച്ചിരി മെച്ചപ്പെട്ട കാര്യം, ആദ്യത്തെ മണിക്കൂറിനുള്ളിൽ തുടങ്ങിയ ഈ കേടുവരുന്ന ആദ്യത്തെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു ബലൂൺ ചികിത്സ വഴി ഒരു നൂല് പോലെ സംഗതി ഇതുവഴി കടത്തിവിട്ടിട്ട് ഞരമ്പിൽ കൂടി കടത്തിവിട്ടിട്ട് അതിനെ വികസിപ്പിച്ച് നമുക്ക് ബലമായിട്ട് അങ്ങോട്ട് തുറന്നു കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ 2 രീതിയിൽ കൊടുക്കാൻ സാധിക്കും. ഞാൻ ഈ രണ്ടാമത് പറഞ്ഞതിന് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്നാണ് പറയുക. അതായത് അറ്റാക്ക് തുടങ്ങി ഏതാനും മിനിറ്റുകൾക്ക് അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ
ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ വളരെ അപൂർവമായിട്ട് ഒരു രോഗിക്ക് ചെയ്ത് കിട്ടാൻ സാധ്യതയുള്ളൂ. കാരണം അതിനു വേണ്ടിയുള്ള സന്നാഹങ്ങളെല്ലാം ഉയർന്ന ആശുപത്രികളിൽ എല്ലാം തയ്യാറായിരിക്കുന്ന സമയത്ത് ഒരു രോഗി എന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പലപ്പോഴും ചെയ്യുന്ന ആൻജിയോപ്ലാസ്റ്റികൾ പിന്നീടുള്ള ബ്ലോക്കുകൾക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ആൻജിയോപ്ലാസ്റ്റികളാണ്, അത് ബ്ലോക്ക് മാറ്റുന്ന പരിപാടികളാണ്. അപ്പോൾ ഇങ്ങനെ അറ്റാക്ക് വരുമ്പോഴേ 2 പ്രധാന ചികിത്സാ മാർഗ്ഗങ്ങളുണ്ട് എന്ന് ഇവിടെ ഒന്ന് പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. അത് ഏറ്റവും പ്രായോഗികവും നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും എല്ലായിടത്തും ഏറ്റവും പ്രായോഗികം അറ്റാക്ക് വന്നാൽ തുടക്കത്തിൽ മരുന്ന് കൊണ്ടുള്ള ചികിത്സയാണ്. കാരണം അതാണ് എല്ലായിടത്തും ലഭ്യമായിട്ടുള്ളത്. ഇനി ആ ചികിത്സയെപ്പറ്റി അല്പം കൂടി നമുക്ക് ആ സമയത്തിൻ്റെ വില ഞാൻ ഒന്നുകൂടി പറയാം. അറ്റാക്ക് തുടങ്ങി ആദ്യത്തെ ഏതാനും മണിക്കൂറിനുള്ളിൽ 1-2 മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമുക്ക് അറ്റാക്കായി പോകാതിരുന്ന മസിലിന് ഒട്ടും കേടില്ല, എതിർഭിത്തിയുടെ ഒപ്പം തന്നെ കനമുണ്ടായിരിക്കും. 3-4-5 മണിക്കൂറിനുള്ളിലാണെങ്കിൽ കുറച്ച് രക്ഷപ്പെടും. പിടുത്ത ഭിത്തിയേക്കാൾ അല്പം കട്ടി കുറഞ്ഞ ഇവിടെ നമുക്ക് രക്ഷപ്പെട്ട് കഴിയുമ്പോൾ കാണാം. തീർത്ത് താമസിച്ചാണെങ്കിൽ അവിടെ തീർത്ത് നേർത്ത് ഒരു ബലൂൺ പോലെ പുറത്തേക്ക് കേട് വന്ന് പൊങ്ങി തള്ളി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ആൻജിയോപ്ലാസ്റ്റി വഴിയാണെങ്കിലും അല്ലെങ്കിൽ സ്ട്രെപ്റ്റോക്കൈനേസ് അല്ലെങ്കിൽ രക്തക്കട്ട അലിയിക്കുന്ന മരുന്ന് വഴിയാണെങ്കിലും സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇനി ഹൃദയാഘാത ചികിത്സയിൽ എപ്പോഴും പറഞ്ഞു കേൾക്കുന്ന ചില കാര്യങ്ങളാണ്. ബ്ലോക്കുണ്ട്, ബ്ലോക്ക് മാറ്റണം, ഒരു ആൻജിയോഗ്രാം ചെയ്യണം, ആൻജിയോഗ്രാം ചെയ്ത ശേഷം ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്യണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഭൂരിഭാഗം ആൾക്കാർക്കും അറ്റാക്കിന് ശേഷം മരുന്നിനുള്ള ചികിത്സ മതി. അതിൽ വീണ്ടും വേദനയുള്ള ആൾക്കാരിൽ പ്രത്യേകിച്ച് മാത്രം തിരഞ്ഞെടുത്ത് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ അതിലേക്ക് ആദ്യത്തെ ഒരു പരിശോധനാ മാർഗ്ഗമാണ് ആൻജിയോഗ്രാം. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, മുമ്പ് പറഞ്ഞ കൊറോണറി ധമനിയുടെ ഒരു രേഖാചിത്രം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എക്സ്റേ എടുത്താൽ കിട്ടുകയില്ല. അപ്പോൾ അത് കാണാനുള്ള പ്രത്യേക മാർഗ്ഗമാണ് ആൻജിയോഗ്രാം എന്ന് പറയുന്ന ടെസ്റ്റ്. ഇതൊരു ടെസ്റ്റ് മാത്രമാണ്, ചികിത്സയല്ല. ചികിത്സാ തീരുമാനത്തിന് വേണ്ടിയുള്ള ടെസ്റ്റ് മാത്രം. ഇനി ഈ ടെസ്റ്റിനെ പറ്റി ചോദിച്ചാൽ, നമ്മുടെ ഹാർട്ടിൻ്റെ അകത്തുള്ള കുഞ്ഞ് രക്തക്കുഴലിൻ്റെ അകത്ത് ഒരു മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യണം. അതപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ചാൽ, ഏറ്റവും സാധാരണമായിട്ട് ചെയ്യുന്നത്, നമ്മുടെ ഹാർട്ടിൽ നിന്ന് വരുന്ന രക്തക്കുഴൽ തുട വഴി കടന്നു പോകുമ്പോൾ ആ ഭാഗത്ത് അതിലേക്ക് കത്തീറ്റർ എന്ന് പറയുന്ന ഒരു സംഗതി ഒരു സൂചിയിലൂടെ, ഒരു ട്യൂബിലൂടെ ആദ്യം ഒരു സൂചി ഇൻസേർട്ട് ചെയ്യും, സൂചിക്കൂടെ ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്യും. ആ ട്യൂബിൽക്കൂടെ ഈ മുഴുപ്പിലുള്ള കത്തീറ്റർ എന്ന് പറയുന്ന ഒരു ട്യൂബ് കടത്തി അത് മുകളിലോട്ട് തള്ളി വിടുമ്പോൾ ഈ അയോർട്ടേക്കൂടെ കയറി ഇവിടെ വന്ന് കൊറോണറി ധമനിയുടെ വാതിക്കൽ വരും. അപ്പോൾ ഇങ്ങേ അറ്റത്തുനിന്ന് ഒരു മരുന്ന്, ഡൈ എന്ന് പറയുന്ന മരുന്ന് ഇഞ്ചെക്റ്റ് ചെയ്യും. അത് ആ കൊറോണറി ധമനിക്കൂടെ മാത്രം ഒഴുകുമ്പോൾ നമ്മളൊരു വീഡിയോ പിടിക്കുന്നത് പോലെ തുടർച്ചയായിട്ട് എക്സ്റേ കൊണ്ടുള്ള ഒരു വീഡിയോ പിടിച്ച് അത് ഇട്ട് കാണുമ്പോൾ ഈ കൊറോണറി ധമനിയിൽ കൂടി രക്തം ഒഴുകി പോകുന്ന ഒരു നൂല് പോലെ ഒരു പടം പോലെ കാണാം. അപ്പോൾ ഏതൊക്കെ രക്തക്കുഴലിൽ ബ്ലോക്കുണ്ട്, ഏതൊക്കെ നോർമലാണ്, എവിടെയൊക്കെ എത്ര നീളത്തിൽ ബ്ലോക്കുണ്ട് എന്നൊക്കെ കൃത്യമായി കിട്ടും. ഈ ആൻജിയോഗ്രാം പിന്നീട് ആൻജിയോഗ്രാമിൻ്റെ വെളിച്ചത്തിൽ മരുന്ന് കൊണ്ടുള്ള ചികിത്സ മാത്രം മതിയോ, ബ്ലോക്കുകൾ മാറ്റാൻ വേണ്ടിയിട്ട് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേക ചികിത്സ ചെയ്യണോ, അല്ലെങ്കിൽ അത് പറ്റില്ല എങ്കിൽ ചുരുക്കം ചെയ്ത രോഗികൾക്ക് ബൈപ്പാസ് ചെയ്യണോ എന്ന് തീരുമാനിക്കും. അപ്പോഴേ കൊറോണറി ആർട്ടറിയിലെ ബ്ലോക്ക് കണ്ടിട്ട് ഇങ്ങനെ ചികിത്സാ തീരുമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ടെസ്റ്റാണ് ആൻജിയോഗ്രാം. ഇനി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. ഇത് ആൻജിയോഗ്രാമിൻ്റെ ഒരു ചേട്ടൻ എന്ന് പറയാം. ചെയ്യുന്ന പരിപാടി ആൻജിയോഗ്രാം ചെയ്യുന്ന പോലെ തന്നെയാണ്. അതായത് കാലിലെ അല്ലെങ്കിൽ കൈയിലെ രക്തക്കുഴലിൻ്റെ അകത്ത് കൂടി ആദ്യം കത്തീറ്റർ കയറ്റി വിട്ടിട്ട് കത്തീറ്റർ കൊറോണറി ധമനിയുടെ തുടക്കത്തിൽ ആ ഉള്ളിലേക്ക് ഒരു കത്തീറ്ററിൻ്റെ അറ്റത്തുകൂടി ഒരു നൂല് പോലെ സംഗതി ഗൈഡ് വയർ കയറ്റി വിടും. എന്നിട്ട് അതുവഴി അതിനുവേണ്ടി പ്രത്യേകം കത്തീറ്റേഴ്സ് ഉണ്ട്. ആ കത്തീറ്ററിൻ്റെ അറ്റത്ത് ഒരു ബലൂൺ ചുരുക്കി വെച്ചിരിക്കും. അത് ഇതാണ് തടസ്സമുള്ള ഭാഗം. തടസ്സമുള്ള ഭാഗത്ത് ആ ബലൂൺ കൊണ്ടേ വെച്ചിട്ട് നമ്മൾ വെളിയിൽ നിന്ന് പ്രഷറിൽ മരുന്നോ എയറോ ഇഞ്ചെക്റ്റ് ചെയ്യുമ്പോൾ ആ ബലൂൺ അങ്ങ് നൂർന്നിട്ട് ഈ തടസ്സത്തെ ഞെക്കി പുറത്തേക്കാക്കിയിട്ട് ആ വഴി, രക്തത്തിന് ഒഴുകാനുള്ള വഴി തുറന്നു വിട്ട് കഴിയുമ്പം ബലൂൺ അങ്ങോട്ട് ചുരുക്കിയിട്ട് രക്തക്കുഴൽ അതങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ ഈ ഗൈഡ് വയർ
കത്തീറ്റർ മാറ്റി കഴിയുമ്പോൾ രക്തത്തിന് സുഗമമായിട്ട് ഒഴുകാനുള്ള വഴി കിട്ടും. ഇനി ഈ സംഗതി ഇതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്, 10-15 വർഷം മുമ്പ് ഇതായിരുന്നു പ്രധാനമായിട്ട്. പിന്നീട് കുറച്ച് ശതമാനം രോഗികൾക്ക് അവിടെ അന്നേരം തന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് തിരിച്ച് ചുങ്ങുകയും ഒക്കെ ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ടും, പിന്നീട് ഒരു 2-3 മാസം കഴിയുമ്പോൾ അവിടെ ഒരു വളർച്ച തഴമ്പ് പോലെ വന്ന് വീണ്ടും അടയുന്നത് ഒഴിവാക്കാനും ഒക്കെ ആയിട്ട് അവിടെ ഈ ബലൂണിൻ്റെ പുറത്ത് ഒരു കമ്പി പോലെ ഒരു മെഷ് പോലെ ഒരു സാധനം ഇതിനോട് ചേർത്ത് വെച്ചിട്ട് അത് വന്ന് വികസിപ്പിച്ച് കഴിയുമ്പോൾ അതൊരു വേദി പോലെ അതവിടെ ഒരു മെഷ് പോലെ അവിടെ അത് ഇതിൻ്റെ ഭിത്തി ചെയ്ത് ചേർന്നിരിക്കുകയും തിരിച്ചുള്ള കൊളാപ്സ് ഒഴിവായി അല്ലെങ്കിൽ പെട്ടെന്നുള്ള ചുങ്ങിപ്പോകലോ പിന്നീടുള്ള ചുങ്ങിപ്പോകലോ ഒഴിവാക്കി ചെയ്യുകയും ചെയ്യുന്ന സംഗതിയുണ്ട്. അതിൻ്റെ പേരാണ് സ്റ്റെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ബ്ലോക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതാണ് ഈ കാണുന്നത്. ബലൂൺ വികസിപ്പിച്ചു, ബ്ലോക്ക് മാറി തുറന്നു കിട്ടി, അവിടെ ഒരു സ്റ്റെൻറ്റ് കൂടി വെച്ചു. അപ്പോൾ ഈ ചികിത്സയാണ് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി ആൻഡ് സ്റ്റെൻറ്റിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ സ്റ്റെൻറ്റിങ് വളരെയധികം സാധാരണമായിട്ടുണ്ട്. ആൻജിയോപ്ലാസ്റ്റിയുടെ വിജയത്തിന് അത് വളരെയധികം വഴി തെളിച്ചിട്ടുമുണ്ട്. ഇനി ചിലപ്പോൾ ആൻജിയോഗ്രാം ചെയ്ത് നോക്കുമ്പോൾ തടസ്സമുണ്ട്. പക്ഷേ തടസ്സത്തിൻ്റെ വലിപ്പം നമുക്കൊരു ബലൂൺ കൊണ്ട് ഒരു ബലൂണിൻ്റെ സൈസ് ഇതാണെങ്കിൽ ആ ബലൂണിനേക്കാളും വലിയ നീളത്തിലുള്ള തടസ്സമാണെങ്കിൽ ബലൂൺ കൊണ്ട് അതിനെ വികസിപ്പിക്കാൻ പറ്റുകയില്ല. അതുപോലെ തന്നെ തീരെ ബലൂൺ പൊട്ടിക്കാൻ വയ്യാത്ത തരത്തിലുള്ള തടസ്സങ്ങൾക്കെല്ലാം ബൈപ്പാസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്പറേഷൻ മൂലം നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ശരിയാക്കാറുണ്ട്. അതിലെ ആശയം വളരെ ലളിതമാണ്. നമുക്ക് കോട്ടയത്ത് നിന്ന് KK റോഡിൽ ഒരു തടസ്സം ഉണ്ടെങ്കിൽ സൈഡിൽ റോഡിൽ കൂടെ ബൈപ്പാസ് റോഡിൽ കൂടെ കടന്നു പോയാൽ ഈ തടസ്സത്തെ ഒഴിവാക്കി പോകാം. ആ ആശയം അനുസരിച്ച് ഇവിടെ കൊറോണറി ധമനിയിലൊരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രക്തക്കുഴൽ ആ ബ്ലോക്ക് കഴിഞ്ഞ ഭാഗത്തേക്ക് സാധാരണ നല്ല മെയിൻ രക്തക്കുഴലിൽ നിന്ന് വെച്ച് പിടിപ്പിച്ചാൽ അതിനെ ബൈപ്പാസ് ചെയ്ത് പോകാം. ഇതിനാണ് പുതുതായിട്ട് രക്തക്കുഴൽ വെച്ച് പിടിപ്പിക്കുന്ന രീതിക്കാണ് കൊറോണറി ആർട്ടറി ബൈപ്പാസ് അല്ലെങ്കിൽ CABG എന്ന് പറയുന്നത്. ഇന്ന് വളരെ അതീവ സാധാരണവും വളരെ സുരക്ഷിതം, ഇപ്പോഴത്തെ കാലത്ത് ഏതാണ്ട് സുരക്ഷിതമെന്ന് പറയാവുന്ന ഒരു നല്ല ഓപ്പറേഷനാണ് ഇത്. പ്രത്യേകിച്ച് മരുന്ന് കൊണ്ടും ആൻജിയോപ്ലാസ്റ്റി കൊണ്ടും ഒന്നും മാറ്റിയെടുക്കാൻ വയ്യാത്ത നെഞ്ചുവേദനയായിട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് ഇത് വളരെ ആശ്വാസപ്രദമാണ്. പക്ഷേ എപ്പോഴും ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ ഉടനെ ഇത് ചെയ്യാവുന്ന ഒരു കാര്യമല്ല. ഇത് അതിൽ നിന്ന് സെലക്ട് ചെയ്ത ആൾക്കാർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്.